സിറ്റിംഗ് MP വീണ്ടും ജനവിധി തേടുന്നു. ഇടതുമുന്നണി രംഗത്തിറക്കിയിരിക്കുന്നത് മന്ത്രിയെയാണ്. ദേവസ്വം മന്ത്രി, പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി. അതെ. എങ്ങനെ കാണുന്നു എതിരാളികളെ? ഞാൻ അവരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല. ഞാൻ അവരെ നേരിട്ട് രാധാകൃഷ്ണനെ കാണുന്ന കഴിഞ്ഞ ഒരു ദിവസമാണ്. മറ്റേ രമ്യ ഹരിദാസിനെ നേരിട്ട് ഞാൻ കണ്ടിട്ടില്ല. അവരെ പറ്റി എനിക്ക് പ്രത്യേകിച്ച് കുറ്റമൊന്നും പറയാനില്ല. ഞാൻ പിന്നെ ഒരു പക്ഷെ അവരുടെയൊക്കെ സ്ഥാനം വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആരും അല്ലായിരിക്കാം. അങ്ങനെ പറയാൻ പറ്റില്ലല്ലോ. അതെന്താ? അവരെക്കാളും വിദ്യാഭ്യാസമുള്ള, അത് മാത്രമല്ല ഇത്രയും 29 വർഷത്തെ അധ്യാപക ജീവിതം, ഇതെല്ലാം വലിയ മുതൽക്കൂട്ടല്ലേ? അവർക്കത് എടുത്തു പറയാനുണ്ടോ? അപ്പൊ ഈ 3 പേരെ തുലനം ചെയ്യുമ്പോ തട്ടുകു അവിടെ തന്നെയല്ലേ കൂടി നിൽക്കുന്നത്? അങ്ങനെയുള്ള ഇതൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ 2 കൂട്ടരെ പ്രതിനിധീകരിക്കുന്ന പാർട്ടി, രാഷ്ട്രീയ പാർട്ടിയെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. അതില് ഇപ്പൊ നിങ്ങളിപ്പോ പറഞ്ഞു സിറ്റിംഗ് MP ആയിട്ടുള്ള ആളുടെ കാര്യം പറഞ്ഞു. സിറ്റിംഗ് MP എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ MP ആണല്ലോ. അപ്പൊ ആ MP സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഒരു എത്രയോ കോടികളുടെ അവിടെ മുടക്കി എന്നൊക്കെ പറയുന്നുണ്ട്. ഇത് നമുക്കിപ്പോ അറിയാം, ഒരു MP-ക്ക് ഒരു വർഷം കേന്ദ്രം കൊടുക്കുന്നത് അവരുടെ സെന്ററിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന രൂപ എത്രയാണ്? അങ്ങനെ 5 വർഷം കൊടുക്കുന്നത്. അത് ഇവർ ഈ പറഞ്ഞിരിക്കുന്ന കോടികളിൽ അത് പെടില്ല. വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ പിന്നെ അതൊരു വലിയൊരു സ്റ്റണ്ടല്ലേ ആ പറഞ്ഞിരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, അത് അത്രയും തുക, ബാക്കി തുക മുഴുവനും കേന്ദ്രം ചെലവാക്കിയിട്ടുള്ള തുകയാണ് ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അത് സ്വന്തം ക്രെഡിറ്റിലേക്ക് കൊണ്ടുവന്ന് അവര് ചെലവാക്കിയതാണെന്നും പറഞ്ഞിട്ട് അവര് ചോദിച്ചു മേടിച്ചാണെന്നാണ് പറഞ്ഞത്. അവരെന്തോ ചോദിച്ചു മേടിച്ച അവരവിടെ പോയിട്ട് സമരം ചെയ്യലും ബോയ്ക്കോട്ട് നടത്തലും പാട്ടുപാടലും ഒക്കെ മാത്രമല്ലേ ചെയ്തിട്ടുള്ളേ? എന്താണ് അവർക്ക് അവിടെ പോയി സംസാരിക്കാൻ പറ്റുമായിരുന്നത്? ഒന്നുമില്ല. അപ്പോൾ അത് മാത്രമല്ല, ഈ നമ്മുടെ ഇന്ത്യ ഏതാണ്ട് 65 കൊല്ലത്തോളം ഭരിച്ച ഒരു പാർട്ടിയുടെ പ്രതിനിധിയാണ് അവര്. തീർച്ചയായും. എന്നിട്ട് ഇവിടെ എന്താണ് ഉണ്ടാക്കിയത്? എന്ത് ഡെവലപ്മെന്റ് ആണ് ഈ ഇന്ത്യയിൽ അവർ കൊണ്ടുവന്നത്? ഈ 65 കൊല്ലം എന്ന് പറയുന്നത് ഒരു ചില്ലറ കാലഘട്ടമൊന്നുമല്ല. ഒരാളുടെ ലൈഫ് സ്പാനിന്റെ കാലഘട്ടമാണ്, ഒരു വ്യക്തിയുടെ, അല്ലെ? ഒരു ആവറേജ് നോക്കിയാല് അത്രയും കാലം ഇന്ത്യ ഭരിച്ച ഒരു കൂട്ടര്, ഇന്ത്യ എന്ന് പറയുന്നത് നമ്മൾ ഏത് ദാരിദ്ര്യാവസ്ഥയിലായിരുന്നോ അതേ അവസ്ഥയിൽ തന്നെ കൊണ്ടുപോവുക, ലോകത്തിന്റെ മുൻപിൽ വെറും ഒരു സീറോ ദരിദ്ര രാഷ്ട്രം, അതായിരുന്നില്ല നമ്മുടെ അഡ്രസ് എന്ന് പറയുന്നത്, അല്ലേ? ഈ കഴിഞ്ഞ 10 കൊല്ലത്തിന് മുമ്പ് വരെ നമ്മളുടെ അഡ്രസ് അതായിരുന്നു. നമുക്കറിയാം എന്താണ് ഇവിടെ നടത്തിയ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഒന്നുമില്ല. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായെന്നുള്ള അല്ലാതെ വേറെ ഒരു ഡെവലപ്മെന്റ് നടത്താത്ത ഒരു പാർട്ടിയുടെ പ്രതിനിധിയായിരുന്നു അവര്. അപ്പൊ അതേപോലെ ഒരാള് ഇനിയും വന്നാലും എന്താ ചെയ്യാൻ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പൊ അതിൽ നിന്ന് ഈ 10 കൊല്ലം കൊണ്ട് ഇന്ത്യയെ ഇത്രയും ലെവലിലേക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ പറ്റുന്ന ഒരു പ്രൈം മിനിസ്റ്ററാണ് ഇനി നമുക്ക് വരാൻ പോകുന്നത്. അപ്പൊ ആ വ്യക്തിയുടെ അടുത്ത് പോയിട്ട് ഇവരെന്ത് ചെയ്യാനാണെന്നാണ് പറയുന്നത്? 65 കൊല്ലം അവർക്ക് അവസരം കിട്ടിയിട്ടില്ലേ? എന്നിട്ട് അവരെന്ത് ചെയ്തു? ഒന്നും ചെയ്തില്ല. ഇനിയും അത്രയൊക്കെ തന്നെ അവർ വന്നാൽ ചെയ്യാനായിട്ട് പോകുന്നുള്ളൂ. ഞാൻ അവരെ ഒന്നും കുറ്റം പറയുന്നില്ല. അവരുടെ പാർട്ടി അങ്ങനത്തതാണ്. അവരുടെ പാർട്ടി ഇപ്പൊ എന്താണ്, എന്താ ഇപ്പൊ ഉള്ളത്? ഓരോരുത്തരും ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയല്ലേ. അപ്പൊ അതും ഒരു ശൂന്യമായിട്ട് തീരും. ഇപ്പൊ ഇന്നലെ വേറൊരാൾ പറയുന്നുണ്ടായിരുന്നു, ഇവര് അവകാശപ്പെടുന്നത് ഇനിയും നരേന്ദ്രമോദിജി പ്രധാനമന്ത്രി ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ അവര് കത്തിക്കുമെന്ന് പറഞ്ഞെന്ന്. കത്തിക്കട്ടെന്നേ, ഇന്ത്യ അവര് കത്തിക്കട്ടെ. അവര് കത്തിക്കുന്ന ഇന്ത്യ ഏതാണ്? INDIA എന്ന് പറയുന്ന അവരുടെ ഇന്ത്യ അവര് കത്തിക്കട്ടെന്നേ. അത് ആ മുന്നണി ഇനിയിപ്പോ ഇവിടെ ഉണ്ടാകാൻ പാടില്ല, ഉണ്ടായിട്ട് കാര്യമില്ല. അത് എല്ലാവരും ഈ രാജ്യത്തുള്ള ആൾക്കാർക്ക് ഒരുവിധം മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ട്.